പല സംരംഭകരും പലപ്പോഴും ചോദിക്കുന്നതാണ്, ഈ സബ്സിഡി എങ്ങനെയാണ് കിട്ടുക? ഈ ബാങ്ക് വഴിയാണല്ലോ സബ്സിഡിയൊക്കെ കൊടുക്കുന്നത്, അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ കിട്ടുമെന്നുള്ളത്. സബ്സിഡി എന്ന് പറയുന്നത് ഗവൺമെൻറ് പ്രൊമോഷനാണ്, ഗവൺമെൻറ് പ്രോത്സാഹനമാണ്, സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങാണ്. കൂടുതൽ പേർക്ക് തൊഴിൽ കണ്ടെത്തുന്നതിന്, വരുമാന വർധനവ് ലഭിക്കുന്നതിന്, മറ്റുള്ളവർക്ക് തൊഴിൽ നൽകുന്നതിന് ഒക്കെ വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവരുന്ന ഒരു ഫണ്ടാണ് സബ്സിഡി ആയിട്ട് പല സ്കീമുകളിലും രൂപാന്തരപ്പെടുന്നത്. ഈ സബ്സിഡി എമൗണ്ട് എന്ന് പറയുന്നത് സ്കീം ടു സ്കീം വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ബാങ്ക് വഴി എടുക്കുന്ന വായ്പകൾക്ക് മാത്രമേ സബ്സിഡി കൊടുക്കൂ എന്ന് പറയുന്ന ധാരാളം സ്കീമുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, ഈ PMEGPയിൽ ബാങ്ക് ആ സ്കീം പ്രകാരം വായ്പ എടുക്കുന്നവർക്ക് മാത്രമേ സബ്സിഡി കിട്ടൂ. അതിന് സംരംഭകൻ പ്രത്യേകം അപേക്ഷയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ലോൺ ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺലൈനിൽ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺസേൺഡ് ബാങ്കിന് ഇയാളുടെ പേരിൽ സബ്സിഡി കിട്ടുകയാണ് ചെയ്യുന്നത്. അതിനൊരു തടസ്സവും വരുന്നില്ല. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് വഴി നടപ്പാക്കുന്ന പല പദ്ധതികളുമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ പദ്ധതികൾക്കൊക്കെ തന്നെ ഈ ലോൺ അനുവദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ട ബാങ്കിലേക്ക് സബ്സിഡി അതിൻ്റെ റേറ്റ് അനുസരിച്ച്, പെർസെൻറ്റേജ് അനുസരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഇപ്പോൾ എൻ്റെ ഗ്രാമം എന്ന പേരിലൊരു പദ്ധതി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് നടപ്പാക്കുന്നുണ്ട്. ഇതിന് പല റേറ്റിലുള്ള സബ്സിഡി ഉണ്ട്. 5 ലക്ഷം രൂപ വരെ വായ്പ എടുക്കാവുന്ന ഒരു സ്കീമാണത്. പല നിരക്കിലുള്ള സബ്സിഡി ഇതിന് കൊടുക്കുന്നുണ്ട്. ഇതിന് 40% വരെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സബ്സിഡി ഈ ഫണ്ട് വരുന്ന മുറയ്ക്ക് KVIB ആണ് കൊടുക്കുന്നത്. അതുപോലെ ഓരോ ഗവൺമെൻറ് ഏജൻസികളും ബാങ്ക് വായ്പ കൊടുക്കുന്നതനുസരിച്ച് വ്യത്യസ്ത നിരക്കിലുള്ള സബ്സിഡികൾ അതത് സമയത്ത് തന്നെ സംരംഭകന് അനുവദിച്ചു കൊടുക്കുന്നു. ചില സബ്സിഡികൾ വായ്പ എടുക്കാതെയും ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വ്യവസായ വകുപ്പ് നടപ്പാക്കി വരുന്ന എൻ്റർപ്രണർ സപ്പോർട്ട് സ്കീം എന്ന് പറയുന്ന പദ്ധതിയിൽ ഏതെങ്കിലും ഒരു സംരംഭകൻ വായ്പ എടുക്കാതെ സ്വന്തം നിലയിൽ പണം മുടക്കി ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി നടത്തുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് ആ ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് 30% വരെ സബ്സിഡി കൊടുക്കുന്ന ഒരു സ്കീമാണ് എൻ്റർപ്രണർ സപ്പോർട്ട് സ്കീം എന്ന് പറയുന്നത്. ഈ സ്കീമിൽ ഒത്തിരി കമ്പോണൻ്റ് ഉണ്ട്. പക്ഷേ വായ്പ എടുത്താലും കിട്ടും, വായ്പ എടുത്തില്ലെങ്കിലും ഇതുപോലുള്ള സ്കീമുകളിൽ സബ്സിഡി കിട്ടും.